വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങളുടെ എനർജി ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള റീഡിംഗ് കേൾക്കുമ്പോൾ ഇതൊരു ഗൈഡൻസ് ആണ്. അതായത് ഈ സമയം നിങ്ങളുടെ എനർജി ഏത് വൈബ്രേഷനിലാണ് നിൽക്കുന്നതെന്നനുസരിച്ചിട്ട് ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ കിട്ടും. ഇത് നിങ്ങൾ അറിയുന്നത് വഴി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ദൈവിക സന്ദേശം കൂടിയാണ്. ഈ സമയത്ത് നിങ്ങളുടെ എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത്, അതിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. യാങ്, ന്യൂ ലൈഫ്, ടു ബി ഫെയർ. Exchanging gift, by the book, no peace like home. Co-create ആണ് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്നത്. Postponement, courage. Abundance, comparison, guidance, politics, moment to moment. ബോട്ടം ഓഫ് ദ പ്ലേഫുൾനെസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് യാങ്, അതുപോലെ ന്യൂ ലൈഫ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഈ യാങ് എന്ന് പറയുന്നത് മാസ്കുലൈൻ എനർജിയെ കാണിക്കുന്നതാണ്, പ്രവർത്തനത്തെ കാണിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും യാങ് എനർജിയിലാണ്, അതായത് പ്രവൃത്തിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഓരോ ചലനവും യാങ് എനർജിയാണ്, നമ്മുടെ ചിന്തകളും ആശയങ്ങളുമാണ് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ചലനം എന്ന് പറയുന്നത് മാസ്കുലൈനാണ്. അപ്പോൾ ഈ ചലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം മാസ്കുലൈൻ എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം, അതായത് നിങ്ങൾക്ക് പരിചിതമായിരിക്കുന്ന കാര്യങ്ങൾ ഇനി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള കാര്യങ്ങളുണ്ടാകും, അത് നിങ്ങളുടെ കംഫേർട്ട് സോണാണ്. അപ്പോൾ ഈ കംഫേർട്ട് സോണാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അതിനി പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പല കാര്യങ്ങളും പിന്നത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഐഡിയ ഉണ്ടാവാം, പക്ഷേ ഈ ഐഡിയ ഒക്കെ നിങ്ങൾ പിന്നത്തേക്ക് ചെയ്യാം. ഐഡിയ ഉണ്ട്, ആശയങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഇതൊക്കെ പ്രവർത്തനത്തിൽ വരാൻ കുറച്ചൊരു ലേറ്റ് ആവുന്നുണ്ട്. അതൊക്കെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് മാറി പുതിയൊരു തുടക്കം തുടങ്ങുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു ന്യൂ ലൈഫാണ് ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂ ലൈഫ് എന്നും വന്നിട്ടുണ്ട്, അതുപോലെ കറേജ് കാർഡും വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് വലിയ വലിയ ആശയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്തുകൊണ്ടോ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിന്ന് മുന്നോട്ടേക്ക് പോകാതെ അതൊക്കെ മാറ്റി വെക്കുന്ന, അനുകൂലമായ സാഹചര്യം വരട്ടെ എന്നൊക്കെ കരുതി മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. വീട്ടിൽ നിന്ന് എതിർപ്പ് ഉണ്ടായിട്ട് മാറ്റി വെക്കുന്ന കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എതിരായിട്ട് നിൽക്കുമ്പോൾ മാറ്റി വെക്കുന്ന കാര്യങ്ങളുണ്ടാവാം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. ഇതൊക്കെ മാറ്റി വെക്കുന്നതിനുള്ള കാരണം നിങ്ങളുടെ സാഹചര്യമായിരിക്കാം, പക്ഷേ ഇനി അത് മാറ്റി വെക്കാൻ പാടില്ല. നിങ്ങളുടെ കൂടെ പ്രപഞ്ചമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും അനുഗ്രഹം കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന സ്പിരിറ്റ് ഗൈഡിൻ്റെതാവാം, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെതാവാം. ഏത് ശക്തി, എല്ലാ ശക്തിയും ഒന്ന് തന്നെയാണ്. ആ ഒരു ശക്തി, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ശക്തി ഏതാണോ ആ ശക്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്.
പ്രവർത്തനമാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒന്നും മാറ്റി വെക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇനി നിങ്ങളുടെ ഒരു ന്യൂ ലൈഫാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ന്യൂ ലൈഫിൽ ഈ ഒരു ലേഡിയുടെ ഒരു ഫെദറൊക്കെ കാണാൻ പറ്റും. അതൊരു ബട്ടർഫ്ലൈനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു കൊക്കൂണിന് എങ്ങനെയാണോ ഒരു ചിത്രശലഭം ഉണ്ടായി വരുന്നത് അതുപോലെ നിങ്ങൾ മാറി വരേണ്ടതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു തുടക്കമാണ്, ആ ഒരു കൊക്കൂണിന് പുറത്ത് വരുന്ന ഒരു തുടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ചിത്രശലഭം എന്നുള്ള രീതിയിൽ ആ പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം നിങ്ങളുടെ ആ ഒരു ഇൻഫാൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ മടി കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓരോ സ്റ്റെപ്പിലും അനുഗ്രഹം മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ. അപ്പോൾ അത് നിങ്ങളുടെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ശാരീരികമായിട്ടും വളരും, മാനസികമായിട്ടും വളരും. അതുപോലെ നമ്മുടെ ശാരീരിക വളർച്ച എല്ലാവർക്കും ഒരു പ്രായം എത്തുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അതാണായാലും പെണ്ണായാലും ഒരു പ്രായം എത്തുമ്പോൾ സംഭവിക്കും. പക്ഷേ ആത്മീയ വളർച്ചയാണ് അങ്ങനെ റയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ആത്മീയ വളർച്ച ഉണ്ടാവൂ. ഒരാൾക്ക് 2 ജന്മം ഉണ്ടാകും. ഒന്ന് ശരീരം കൊണ്ടുള്ള ജന്മം, ഒന്ന് ആത്മാവ് കൊണ്ടുള്ള ജനനം. ഈ ആത്മാവ് കൊണ്ടുള്ള ജനനം വളരെ റയറായിട്ടുള്ള ചൂസൺ വണ്ണായിട്ടുള്ള ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ആത്മാവിലുള്ള ജനനം ഉണ്ടാവും. അപ്പോൾ ഈ ആത്മാവിലുള്ള ജനനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ന്യൂ ലൈഫ് വന്നിരിക്കുന്നത്. ആ കൊക്കൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തോട്ടേക്ക് വരാനുണ്ട്. ഒരു പാമ്പ് എങ്ങനെ അതിൻ്റെ തൊലിയുരിഞ്ഞ് പുറത്തോട്ടേക്ക് വരുന്നുണ്ട്, അതുപോലെ നിങ്ങളും തൊലിയുരിഞ്ഞ് പുറത്തോട്ടേക്ക് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണ വളർച്ച, ഒരു ചിത്രശലഭം എങ്ങനെയാണോ പൂർണ്ണ വളർച്ചയിലെത്തി അത് ആ ഒരു ചിത്രശലഭത്തിൻ്റെ ഇത് രൂപത്തിലോട്ടേക്ക് എത്തുന്നത് ആ സമയത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അതുപോലെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ ജനിക്കുക എന്നുള്ള ഒരു യോഗം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരായിരിക്കാം. അതുകൊണ്ടാണ് ഈ റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ആ ഒരു നിങ്ങളുടെ 2ാമത്തെ ജന്മത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ സമയം നിങ്ങൾ റിസ്ക് എടുത്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മുന്നേ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ പിന്നെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുക വേണ്ടു, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മുന്നോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു അനുഗ്രഹം ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിവിടെ അബണ്ടൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ എല്ലാ തരത്തിലും ഒരു അബണ്ടൻസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഗൈഡൻസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ കൂടെയുള്ള ആ ശക്തി നിങ്ങൾക്ക് തരും എന്നുള്ളത്. പല സിങ്ക്രോണിസിറ്റീസ് ആയിട്ടും മറ്റുള്ള വ്യക്തികൾ വഴിയും ആരെങ്കിലും വഴി നിങ്ങൾക്ക് പല ഗൈഡൻസും കിട്ടും. ആ ഗൈഡൻസ് നിങ്ങളുടെ ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ലൊരു സമയമായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സമയത്ത് ആക്ഷൻ എടുക്കുക, അത് എൻജോയ് ചെയ്യുക, ആ ഒരു കാര്യം മാത്രമേ ഇവിടെയുള്ളൂ. ആക്ഷൻ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനിയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ആക്ഷൻ എടുക്കുക, കംഫർട്ട് സോൺ എപ്പോഴാണോ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആക്ഷൻ എടുക്കുന്നത്, ആ സമയത്ത് മാത്രമേ നിങ്ങളുടെ ഈ സ്ട്രഗിളിങ് അവസാനിക്കൂ. നിങ്ങൾ ഈ ഒരു സ്ട്രഗിളിങ് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും റിപ്പീറ്റായിട്ട് നിങ്ങളിൽ പല പാറ്റേണും റിപ്പീറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പാറ്റേണും ആ സമയത്ത് നിങ്ങൾക്ക് ഈ കംഫർട്ട് സോൺ പുറത്ത് വന്നേ പറ്റൂ. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രപഞ്ചം മുന്നിൽ കൊണ്ട് തരുന്നതാണ് ഇങ്ങനെയുള്ള സ്ട്രഗിളിങ്. അപ്പോൾ ഈ സ്ട്രഗിളിങ് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ട ആക്ഷൻ എടുത്തേ മതിയാകും. അല്ലെങ്കിൽ ലൈഫിൽ ഈ പാറ്റേണിൽ തന്നെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകേണ്ടി വരും. എപ്പോഴാണോ നിങ്ങൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്താണ് നിങ്ങളുടെ പുനർജന്മം ഇവിടെ സംഭവിക്കുന്നത്. മീൻസ് പുനർജന്മം എന്ന് പറയുന്നത് ഇവിടെ ആത്മാവിലുള്ള ജനനാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടും ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് എന്തോ ചെയ്യാനുണ്ട്, ഇതല്ല എൻ്റെ വീട് എന്നല്ല, ഇതല്ല ഞാൻ ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥലം. മീൻസ് നിങ്ങളുടെ വീടിനെ കുറിച്ചല്ല, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണോ ആ ആയിരിക്കേണ്ട അടുത്തല്ല നിങ്ങളുള്ളതെന്നുള്ള നിരന്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചിന്തയുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക്
നിരന്തരമായിട്ട് ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതല്ല എൻ്റെ ഡെസ്റ്റിനി, ഇവിടെ ഇരിക്കേണ്ട ആളല്ല ഞാൻ എന്നുള്ള ആ ഒരു തോട്ട് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി തോന്നിപ്പിക്കുന്നതാണ്. കാരണം ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഏരിയ മീൻസ് നിങ്ങൾ താമസിക്കുന്ന ഏരിയ അല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥലം. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണോ, എന്ത് ജോലിയാണോ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഉള്ളത്, ഇതൊന്നും നിങ്ങളുടേതല്ല. ഇതൊക്കെ നിങ്ങളെ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങളിൽ വന്നിരിക്കുന്ന റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും. അപ്പോഴും മാത്രമാണ് നിങ്ങൾക്ക് സ്പിരിച്വലി ഗ്രോത്ത് ഉണ്ടാവും. സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ സമയം നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട സമയമായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് ഇവിടെ അല്ല, ഇതല്ല എൻ്റെ ഡെസ്റ്റിനി എന്നുള്ള നിരന്തരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇവിടെയല്ല, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ വേറെ എവിടെയുമാണ്, ആ ഒരു വേറെ എവിടെയും ആണ് എന്നുള്ള തോന്നൽ. നിങ്ങൾക്കൊരു ഹോം ഫീൽ എവിടെയും കിട്ടുന്നുണ്ടാവില്ല. ആ ഹോം ഫീലിനാണ് നിങ്ങളിങ്ങനെ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എവിടെയാണ് എൻ്റെ ഹോം ഫീൽ? അപ്പോൾ എവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഹോം ഫീൽ കിട്ടുന്നില്ല. ഒരു ഹോം ഫീൽ കിട്ടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് കരുതുക. പക്ഷെ അവിടെയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. കാരണം ആ വ്യക്തിയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു ലൈഫ് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അതേസമയം എവിടെയും നിങ്ങൾക്ക് ആ ഒരു ഹോം ഫീൽ കിട്ടുന്നില്ല. അപ്പോൾ അതിനാണ് നിങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ തിരഞ്ഞു നടക്കുന്ന കാര്യം എന്താണോ, നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. അത് എപ്പോഴാണോ നിങ്ങൾ ചെയ്യുന്നത് ആ സമയം വരെ ഒരു ഹോംലെസ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. നിങ്ങൾ മാറിയേ മതിയാവൂ. നിങ്ങൾ ഈ യാങ് എനർജിയിൽ ഒരു ആക്ഷൻ എടുത്തേ മതിയാവും. ഇന്ന് വരെ നിങ്ങൾ ചെയ്യാത്ത, നിങ്ങൾക്ക് ആഗ്രഹമുള്ള, ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യത്തിന് ആക്ഷൻ എടുത്താൽ മാത്രമേ അതുണ്ടാവൂ. അത് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കൂടെ ഏത് ഒരു ചക്രം, ആ ചക്രത്തിൻ്റെ എല്ലാ ചക്രത്തിലും ആ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ചക്രത്തിൽ എല്ലാ ചക്രത്തിൻ്റെ ഓരോ പോയിന്റിലും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ട് വന്ന കാര്യങ്ങളാണ് ഞാനിവിടെ റീഡ് ചെയ്യുന്നത്. ആദ്യം വന്നിരിക്കുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റാണ്. അതായത് പ്രകൃതിയിലെ രണ്ടാമത്തെ റൂളാണ് സന്തുലനാവസ്ഥ, ഈ കൊടുക്കൽ വാങ്ങലുകൾ. ഒന്നാമത്തെ റൂള് യിങ് യാങ് എനർജി ആണെങ്കിൽ, രണ്ടാമത്തെ റൂള് നമ്മൾ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും എപ്പോഴും ഒരു ബാലൻസ് വേണം. ആ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ ഒരു എനർജി ട്രാൻസാക്ഷൻ നടക്കാനുണ്ട്. എല്ലായിടത്തും നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും തുല്യ അളവിലുള്ള കാര്യം ഇങ്ങോട്ടേക്കും നമ്മൾ വാങ്ങണം എന്നുള്ളത്, നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ കൺഫേം ചെയ്യണം. അതുപോലെ നമ്മൾ ആരെടുത്തുനിന്നെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടും കൊടുക്കണം എന്നുള്ള, അങ്ങോട്ടും അവർക്ക് കിട്ടുന്നുണ്ട്, നമ്മളിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാനും പറ്റൂ, മറ്റൊരാളടുത്തും സ്വീകരിക്കാനും പറ്റൂ. അതെന്ത് കാര്യമായാലും, ഈവൻ പണമാണെങ്കിലോ അല്ലെങ്കിൽ സ്നേഹമാണെങ്കിലോ എന്ത് കാര്യമാണെങ്കിൽ പോലും തുല്യമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ അത് കർമ്മ ബാധ്യതയായിട്ട് മാറും. എല്ലാവർക്കും പറ്റുന്നത് ഇതാണ്. ആവശ്യത്തിലും അധികം സ്നേഹം അങ്ങോട്ട് വാരിക്കോരി കൊടുക്കും. അവർ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് സ്നേഹവും തരുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം വാരിക്കോരി കൊടുക്കും. പക്ഷെ ഇങ്ങോട്ടില്ല. അപ്പോൾ അവിടെ കർമ്മ ബാധ്യത നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ സ്പിരിച്വൽ ജേണിക്ക് തടസ്സമാണ്. അതുപോലെ പണം കൊടുക്കുന്നുണ്ടാവും, ഇങ്ങോട്ട് അതിന് തുല്യമായിട്ടുള്ള ഒന്നും ഇങ്ങോട്ടുണ്ടാവില്ല. കടം കൊടുക്കുന്നവരുണ്ടാവും, തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ കടം വാങ്ങുന്നവരുണ്ടാവും, തിരിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ടാവും, നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും, തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് സ്വാർത്ഥത എന്ന് പറഞ്ഞേക്കാം, പലരും സ്വാർത്ഥത എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇതൊരു പ്രകൃതി നിയമമാണ്. ആർക്ക് വേണമെങ്കിൽ സ്വാർത്ഥത എന്ന് പറയാം. കാരണം നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. ആരുടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിരുപാധികമായിട്ട് സ്നേഹിക്കുക, നിരുപാധികമായിട്ട് കർമ്മം ചെയ്യുക. അത് റൂള് തന്നെയാണ്. അത് ഗീതയിൽ പറയുന്ന ഒരു റൂള് തന്നെയാണ്. അതിനെ കർമ്മയോഗം എന്ന് പറയും. അപ്പോൾ കർമ്മയോഗത്തിൽ ജീവിക്കുന്ന ഒരു യോഗിക്ക് അത് ഓക്കെയാണ്. പക്ഷേ രണ്ടാമത്തെ റൂള് എന്ന് പറയുന്ന ഈ ഒരു സന്തുലനാവസ്ഥ അവിടെ ഇല്ലെങ്കിൽ, കൊടുക്കൽ വാങ്ങലുകൾ കൃത്യമായിട്ടൊരു ബാലൻസിൽ നിൽക്കണം. അങ്ങനെ നിന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കർമ്മ ബാധ്യതയായിട്ട് മാറും. ഇതും ഒരു റൂളാണ്. അതുപോലെ നിരുപാധിക കർമ്മം എന്ന് പറയുന്നത് അത്രയും ഒരു ദൈവത്തിൽ സറണ്ടർ ചെയ്തിട്ട്, ഏത് മൂർത്തിയാണോ നിങ്ങൾ ഉപാസിക്കുന്നത്, പ്രപഞ്ചത്തിനെയാണോ, എന്ത് ശക്തിയാണെങ്കിലും എല്ലാ പവറും ഒന്ന് തന്നെയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഒരു മൂർത്തിയെ വെച്ച് ഉപാസിക്കുന്നത്
ഉപാസിക്കാറുണ്ട്. അങ്ങനെ ഏത് ദൈവത്തിലാണോ ഉപാസിക്കുന്നത് ആ ഒരു ഇതുമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അത് ശിവനാണെങ്കിലോ യേശു ആണെങ്കിലോ അള്ളാഹു ആണെങ്കിലോ പ്രപഞ്ചമാണെങ്കിലോ അല്ല ദേവിയാണെങ്കിലോ ഇതുമായിട്ട് നമ്മൾ അതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് നിരുപാധിക കർമ്മം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലാത്ത, അതായത് പൂർണ്ണമായും അതിലോട്ടേക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നിഷ്കാമ കർമ്മം ചെയ്യാൻ പറ്റുന്നത്. അവർ കർമ്മയോഗം എന്നുള്ള ആ കർമ്മയോഗി എന്നുള്ള ഇതിലോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അവിടെ അറിയാൻ പറ്റും. പക്ഷേ സാധാരണക്കാരായ കർമ്മയോഗത്തിൽ പോകാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർക്കും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പാടില്ല. സ്നേഹമാണെങ്കിലോ എന്താണെങ്കിലോ കൊടുക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളും ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിങ്ങളുടെ അടുത്തുനിന്നും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ അവിടെ നടത്തണം എന്നുള്ളതാണ്. അത് നിങ്ങൾ പാലിക്കേണ്ട രണ്ടാമത്തെ നിയമമാണ്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്ത് ചെയ്താലും കാര്യമില്ല. കാരണം കർമ്മ പിന്നെയും ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര തന്നെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ നിയമം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കർമ്മ വരും. അപ്പോൾ കർമ്മ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ബൈ ദ ബുക്ക് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതും ഇത് തന്നെയാണ് പറയുന്നത്, പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് പൊരുത്തക്കേടുകൾ, അത് ഏത് കാര്യത്തിലും, ബന്ധത്തിലായിരിക്കാം അല്ലെങ്കിൽ കരിയറിലായിരിക്കാം, ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കാം, എന്ത് പൊരുത്തക്കേടുണ്ടെങ്കിലും അതൊക്കെ ഈ പ്രപഞ്ച നിയമത്തിൻ്റെ ഒരു അഭാവം അവിടെ വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പം പ്രപഞ്ച നിയമം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, ഒരുപാട് പ്രപഞ്ച നിയമമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ലോ ഓഫ് വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ യിൻ യാങ് എനർജി, അതുപോലെ നേരത്തെ പറഞ്ഞ ഈ കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങനെ പലതരം പ്രപഞ്ച നിയമങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ബാലൻസിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫും ഒരു ബാലൻസിൽ വരും. നിങ്ങൾക്ക് ലൈഫിൽ ബാലൻസ് ഇല്ലാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് പ്രപഞ്ച നിയമത്തിനനുസരിച്ചിട്ടല്ല ജീവിതം പോകുന്നത്. പലരും ഈ പറയുന്ന കാര്യം, ഫസ്റ്റ് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഭയങ്കര ഒരു അഭാവം കാണാൻ പറ്റുന്നുണ്ട്. ആക്ഷൻ എടുക്കുന്നതിനും അതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ കൃത്യമായിട്ട് അവിടെ ബാലൻസിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ തന്നെ മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ദൈവിക അനുഗ്രഹം, ദൈവിക ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാതരം പ്രപഞ്ച നിയമങ്ങളും എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇതൊക്കെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങളായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റിൽ കണ്ട ഒരു പൂച്ചയെ കാണാൻ പറ്റും. ഈ പൂച്ച എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും അവെയറായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച. പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവികളുണ്ട്. ജീവികളിൽ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ പൂച്ച എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവെയറായിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ് പൂച്ച. ആ പൂച്ചയെ പോലെ ആവണം എന്നാണ് പറയുന്നത്. അവെയർനെസ് ആണ് വരേണ്ടത്. ഈ അവെയർനെസ് വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഓരോ പ്രപഞ്ച നിയമങ്ങളും ഓപ്പൺ ആയിട്ട് വരും. ഈ പൂച്ചയെ പോലെ അവെയർനെസ് വരണം. നിങ്ങൾക്ക് ഓരോ നിയമങ്ങളും ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഈ പ്രപഞ്ച നിയമത്തിൽ വരുന്ന പ്രശ്നമാണ്. പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് എല്ലാം ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഈ 2 കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക, ആക്ഷൻ എടുക്കുക, അതുപോലെ എക്സ്ചേഞ്ചിങ്, ആ ഒരു എനർജി എക്സ്ചേഞ്ചിങ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. അതുപോലെ പൂച്ചേൻ്റെ അവയർനെസ്സിലോട്ടേക്ക് വരിക. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും. പ്രപഞ്ച നിയമങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഒരുപാട് റീഡ് ചെയ്യാനുണ്ട്, അത്രയും റീഡ് ചെയ്യാനുണ്ട്, സമയമില്ല. അപ്പോൾ ഇതിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക.